തീർച്ചയായിട്ടും ആരോഗ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ വഹിക്കുന്ന ഒരു ഫാക്റ്റ് തന്നെയായിട്ട് പറയേണ്ടതായിട്ട് വരും. ആരോഗ്യത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം മുഴുവൻ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മൾ ഈ നിമിഷം തൊട്ട് വർക്ക് ചെയ്ത് തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ശരിക്കും വർക്കൗട്ട് അല്ലെങ്കിൽ എല്ലാവരും ഡെയിലി എക്സസൈസോ മറ്റോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ഫാക്റ്റാണ്. തീർച്ചയായിട്ടും ആരോഗ്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ രംഗത്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് നല്ല രീതിയിൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു ഫാക്റ്റ് ഒന്ന് നമുക്ക് ഹെൽത്തിന് വേണ്ടിയും, രണ്ടാമത് നമ്മൾ ഈ മെഡിക്കൽ എക്സ്പെൻസിനെ ഒന്ന് തടയാൻ വേണ്ടിയും, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ആവാതിരിക്കാനും വേണ്ടിയാണ്. ആരോഗ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യവും എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യവുമാണ് നമ്മുടെ സ്വന്തം ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മളിപ്പം മറ്റ് കാര്യങ്ങളിൽ എടുക്കുന്നതിൻ്റെ ഒരു കുറച്ച് ശതമാനം നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യ പരിചരണത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആരോഗ്യത്തെ പറ്റിയുള്ള മെയിനായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് നമ്മളിവിടെ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയാനുള്ളതാണ് എക്സസൈസ്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതും നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഫാക്റ്റാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ജിമ്മിൽ പോകുന്നത് തന്നെ ആവണമെന്നില്ല, നടക്കാൻ വേണ്ടി പോവാം, നീന്താൻ പോകുന്നവരുണ്ട്, ശരിക്കും ഓടാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ഒരു ഫോം ഓഫ് എക്സസൈസാണ്. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള എക്സസൈസ് ചൂസ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ എല്ലാ പേശികളും എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. നമുക്ക് അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഒരുപോലെ ബാലൻസ് ആയാലേ പിന്നീടുള്ള സമയങ്ങളിൽ ബോഡി പെയിനും മറ്റും ഉണ്ടാവാതിരിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യരംഗത്ത് എക്സസൈസിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് ആഹാര രീതിയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഉറങ്ങുന്നതിന് മിനിമം ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഫുഡ് കഴിക്കാനൊരു ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഫുഡ്സും ഓയിലി ഫുഡ്സും പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്സൊക്കെ ഒരു ലിമിറ്റ് വെച്ച് കഴിക്കുക. നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെൽത്തിനും ഒരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ നമുക്ക് ഹെൽത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്ത പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഉറക്കത്തെ പറ്റിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉറക്കമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ ജീവിത സാഹചര്യവും നമ്മുടെ ജീവിക്കാനുള്ളൊരു ഓട്ടത്തിനിടയിൽ ഉറക്കം പലപ്പോഴും സ്കിപ്പാവുന്നൊരു പ്രകൃതം കണ്ടുവരാറുണ്ട്. ശരിക്കും ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ ഏറ്റവും ഒരു പോയിൻ്റായിട്ട് തന്നെ ഉറക്കത്തെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ ശരീരത്തിലെ റീപ്ലേസ് ചെയ്യപ്പെടുന്ന ടൈം ഉറക്കത്തിലാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇംപ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായിട്ടും നമുക്കറിയാം. തീർച്ചയായിട്ടും ഉറക്കം വേണ്ട പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉറങ്ങുന്നതിന് ശരിക്കും നമുക്ക് ഒരു അലാറമായിട്ടില്ല, നമുക്ക് ഉറങ്ങി എണീക്കുന്നതിന് അലാറമുണ്ട്. അത് നമ്മൾ ഉറങ്ങുന്നതിനും ഒരു അലാറം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തൊരു പോയിൻ്റായിട്ട് പറയാൻ പോകുന്നത് സ്ട്രെസ് കൺട്രോളിനെ കുറിച്ചാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വർക്കിൻ്റെയും പഠിത്തത്തിൻ്റെയും പിന്നെ വീട്ടിലെ ജോലിയുടെയും എല്ലാ സാഹചര്യത്തിലും സ്ട്രെസ്സിൻ്റെ ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് യോഗയിലൂടെയും ഡെയിലി വർക്കൗട്ടിലൂടെയൊക്കെ നമുക്ക് സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മാക്സിമം സ്ട്രെസ് കൺട്രോൾ ചെയ്ത് ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റി വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മളും നമ്മുടെ കുടുംബവും ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. താങ്ങാവുന്നതിലധികമായിട്ടുള്ള ഹോസ്പിറ്റൽ ചെലവിൽ നിന്നും നമ്മുടെ കുടുംബത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, എല്ലാവർക്കും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പറ്റട്ടെ. തീർച്ചയായും എല്ലാവരും ആരോഗ്യത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുക, ഒരു എഫർട്ട് എടുക്കുക. തീർച്ചയായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും. ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.